കൊല്ലത്ത് പോലീസിന്റെ മർദ്ദനമേറ്റ് യുവാവിന്റെ ചെവി തകർന്നു. കണ്ണനല്ലൂർ പോലീസിന്റെ ലാത്തിചാർജിനിടെയാണ് നെടുമ്പന സ്വദേശി അതുലിന് ചെവിക്ക് അടിയേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടിയ അതുൽ ഇപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉത്സവത്തിനിടെ തമ്മിൽ തല്ലിയവരെ പിരിച്ചുവിടുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നെടുമ്പന മരുതൂർ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. തമ്മിൽ തല്ലിയവരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഇതിനിടെ സുഹൃത്തുക്കൾക്കൊപ്പം ഉത്സവം കാണാനെത്തിയ അതുലിന്റെ ചെവിക്ക് ലാത്തി കൊണ്ടുള്ള അടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ചെവിയിൽ നിന്നും രക്തമൊലിച്ചിറങ്ങി. ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയെങ്കിലും വേദന സഹിക്കാൻ പറ്റാതായതോടെ ഇന്നലെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി. പോലീസിന്റെ ഈ ദാരുണ പ്രവർത്തനം കാരണം ഇപ്പം വലത്തെ ചെവിയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്. സൈഡിൽ പോയപ്പോൾ എന്നെയാണ് പോലീസ് വെറുതെ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന എന്നെ പോലുള്ള പല സുഹൃത്തുക്കളെയാണ് പോലീസ് അടിച്ചിരിക്കുന്നത്. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അതുൽ ഉത്സവം കൂടാനാണ് നാട്ടിലെത്തിയത്. ചെവി തകർന്ന് ചികിത്സയിലായതോടെ കൃത്യസമയത്ത് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും നിലച്ചു. എന്റെ മോൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ മോന് ഒരു കുറ്റവും ചെയ്യാതെ ഉത്സവം കാണാൻ പോയതാ. ഇപ്പൊ ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങൾ കഷ്ടപിടിച്ച പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം മതി. ഇത്രയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനാണ് കുടുംബത്തിന്റെ നീക്കം. എന്നാൽ ഇരുചേരികളായി തിരിഞ്ഞ് സംഘർഷത്തിലേർപ്പെട്ടവരെ തടയുക മാത്രമാണ് ഉണ്ടായതെന്നാണ് പോലീസ് വിശദീകരണം. അക്രമമുണ്ടാക്കിയവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായും കണ്ണനല്ലൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.